Hi, welcome to English Lessons. Today we are going to discuss something on reported speech. ഞാൻ മലയാളത്തിൽ പറയാം. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച് ആദ്യം തന്നെ നമ്മൾക്ക് പഠിക്കുന്നതിന് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. ഇതില്ലാതെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്താണെന്ന് അറിയാതെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ നോളജാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. അതൊന്ന് റിഫ്രഷ് ചെയ്തേ പറ്റൂ. ഒന്ന് ഓർത്തെടുക്കാൻ ട്രൈ ചെയ്തൂടെ ഏതൊക്കെ ടൈപ്പ് സെൻറ്റൻസ് ഉണ്ടെന്ന്? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ടൈപ്പ് സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് അങ്ങനെ വരുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെൻറ്റ് വരുന്ന സെൻറ്റൻസ് ആണ്. അതിനെ നമ്മൾ പറയും അസേർട്ടീവ് എന്ന്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്നും കൂടി ഒരു വേർഡ് ഉണ്ട്. ഇനി ഇവിടെയാണ് പ്രശ്നം. ഫുൾ സ്റ്റോപ്പ് അറ്റത്തിടുന്ന വേറെ ടൈപ്പ് സെൻറ്റൻസും കൂടി ഉണ്ട്, ഇംപറേറ്റീവ്. ഇംപറേറ്റീവ്സിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഓർഡേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കമാൻഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അഡ്വൈസസ് ആയിരിക്കും. ഇത് നമുക്ക് അർത്ഥം വെച്ചിട്ട് മനസ്സിലാക്കാം. അതുകൂടാതെ മെയിൻ ടെക്നിക്ക് എന്താണ്? അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ എന്തുണ്ടായിരിക്കും? ഒരു വെർബായിരിക്കും. ഓക്കെ, ഡു ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ആ വെർബ് വെച്ചിരിക്കുന്നത്, ഡു. ഓക്കെ, സോ ദാറ്റ്സ് എ ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഇനി ലാസ്റ്റ് ടൈപ്പ് സെൻറ്റൻസ് എന്താണ്? ഓ, ഐ എം നോട്ട് അറ്റ് ഓൾ ഓക്കെ. ഓ, അപ്പോൾ നമ്മൾ ഈ ഓ എന്നൊക്കെ പറയുന്ന ഇൻ്റർജെക്ഷൻസ്, നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തരം വേർഡ്സുള്ള സെൻറ്റൻസുകളുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എൻഡിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. 4 ടൈപ്പ് സെൻറ്റൻസ് ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് എന്ന് പറയും. പിന്നെ നോർമൽ ടൈപ്പ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ് ഉണ്ട്. സബ്ജക്റ്റ് സ്റ്റാർട്ട് വരുന്നത്, അതായത് ഹീ ഈസ് എ ബോയ്, അപ്പോൾ സബ്ജക്റ്റാണ് ഹീ, അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഒരു വേർബ്, പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്ന നോർമൽ ടൈപ്പ് സെൻറ്റൻസ് ആണ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്ന വേർ ടൈപ്പ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ വേർബ് വന്ന് സ്റ്റാർട്ടിങ്ങിലിരിക്കും, വേർബ്. ഓക്കെ, ഡോണ്ട് സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഡോണ്ട് എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബാണ്, സ്മോക്ക് എന്നുള്ളത് ആക്ഷൻ വേർബാണ്. അപ്പോൾ ഡോണ്ട് സ്മോക്ക് എന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പാണ് കാണുന്നത്. ഇത് കൂടാതെ ഈ ക്വസ്റ്റ്യനും ഫുൾ സ്റ്റോപ്പിൽ തന്നെ ഫുൾ സ്റ്റോപ്പിൽ 2 കണ്ടു. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ടൈപ്പാണ് എക്സ്ക്ലമേഷൻ മാർക്കിൽ എൻഡ് ചെയ്യുന്ന ടൈപ്പ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ആശ്ചര്യം. അപ്പോൾ അങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പ് സെൻറ്റൻസ് വാട്ട് ഹേ അല്ലെങ്കിൽ ഹൗ അല്ലെങ്കിൽ വാവ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് എക്സ്ക്ലമേഷൻ എൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സ്ക്ലമേറ്ററി ടൈപ്പ് സെൻറ്റൻസ്. ഈ 4 തരം സെൻറ്റൻസ് ഉണ്ടെന്ന് മറക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ആലോചിക്കും ടൈപ്സ് ഓഫ് സെൻറ്റൻസ് അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് കാര്യം റിപ്പോർട്ടഡ് സ്പീച്ചിൽ, എവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന്? ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ലിങ്കർ എന്ന് പറയും. ഓക്കെ, ലിങ്കർ. ആ ലിങ്കർ മാറുന്നത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തറിയണം? ടൈപ്സ് സെൻറ്റൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസിന് ഉപയോഗിക്കുന്ന ലിങ്കർ അല്ല വേറെ ടൈപ്പ് ഓഫ് സെൻറ്റൻസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണ്ടേ? ഒരെണ്ണത്തിന് ചേഞ്ച് ചെയ്യുന്ന മെത്തേഡല്ല മറ്റേതിൻ്റെ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, മാരത്തോൺ ഓടുക എന്നുള്ള എളുപ്പമല്ലല്ലോ. അപ്പം അതിലേക്ക് എത്തണമെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരു മാരത്തണാണെന്ന് വിചാരിച്ചാൽ മതി. അതിലേക്ക് എത്തണമെങ്കിൽ ഈ കൊച്ചു 100 മീറ്റേഴ്സും 200 മീറ്റേഴ്സും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കൊച്ചു 100 മീറ്റേഴ്സിൽ 50 മീറ്റേഴ്സ് റേസിൽ ഉള്ള ഫസ്റ്റ് സാധനമാണ് എന്ത്? ടൈപ്സ് ഓഫ് സെൻറ്റൻസ്.
അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക.